സോ നമ്മളുടെ ആറ്റിറ്റ്യൂഡൽ ട്രെയിനിങ്ങിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഞാൻ പറയാൻ പോകുന്നത് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളാണ്. ഓക്കെ, രണ്ടാമത്തെ മൊഡ്യൂൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെപ്പോഴും പോസിറ്റീവായി ചിന്തിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പോസിറ്റീവായി ചിന്തിച്ചില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നെഗറ്റീവായിട്ട് മാറും. നെഗറ്റീവായിട്ട് മാറിക്കഴിഞ്ഞാൽ ജീവിതം എപ്പോഴും മടുപ്പിലേക്ക് പോകും. ഓക്കെ, അപ്പം നമുക്ക് പോസിറ്റീവിലേക്ക് പോവാം. ഓക്കെ, അതായത് നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ വരും. ഈ ചലഞ്ചേഴ്സ് വരാം, ഫെയിലിയേഴ്സ് വരാം. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് എടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടാണ് ആദ്യമൊക്കെ, പക്ഷേ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് മാറുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുന്ന ഒറ്റ ഫോർമുലയേ ഉള്ളൂ. അതാണ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള വേയിലൂടെ പോവുക, പോസിറ്റീവായിട്ടുള്ള വേയിലൂടെ ചിന്തിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ആദ്യം വേണ്ടത് നെഗറ്റീവായിട്ടുള്ള തോട്ട് മാറ്റിയെടുക്കുക. അതായത് തെറ്റുകൾ ഇല്ലാതാക്കുക. എത്രത്തോളം തെറ്റുകൾ നമ്മൾ ഒഴിവാക്കുന്നുവോ അത്രത്തോളം ശരിയിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതായത് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ചില ചിന്തകൾ വരാം. ഞാൻ നിങ്ങളുടെ മനസ്സിൽ വരാവുന്ന കുറച്ച് നെഗറ്റീവ് തോട്ട്സ് പറയാം. അതായത് എനിക്ക് കഴിയില്ല, ഞാൻ പരാജയപ്പെടും, ആരും എന്നെ പിന്തുണയ്ക്കില്ല, എൻ്റെ സമയം മോശമാണ്. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ സമയം മോശം. സമയം മോശമായതുകൊണ്ട് ഞാൻ തോറ്റു, സമയം മോശമായതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറയും. അപ്പോൾ ഇത് സമയത്തെ പഴിചായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ കാര്യം വിട്ടുകളയും അങ്ങനെ. ഓക്കെ, ഇത്തരം ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ ആദ്യം മാറ്റണം. ഇതുണ്ടെങ്കിൽ ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള വഴിയിലേക്ക് എത്തില്ല. ഇത് മാറ്റിയിട്ട് വേണം നമ്മൾ പോസിറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നെഗറ്റിവിറ്റി വന്നാൽ നമ്മൾ ഉടൻ ചോദിക്കാം മനസ്സിനോട്, നീ പറഞ്ഞ സത്യമാണോ? ഒന്ന് ചിന്തിക്കാം കേട്ടോ. ഇനി ഇതിന് തെളിവുണ്ടോ? ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, മനസ്സിനോട് സ്വയം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ നെഗറ്റീവ് തോട്ടാണോ ശരി, അതോ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പോസിറ്റീവ് തോട്ടാണോ ശരിയെന്ന് മനസ്സിലാകാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് തീർച്ചയായിട്ടും ഉത്തരം കിട്ടും. കാരണം നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവില്ല, ഈ പറഞ്ഞ കാര്യം തെളിവുണ്ടാവില്ല, ഈ പറഞ്ഞ കാര്യം സത്യവുമാവില്ല. അതുകൊണ്ട് അടപടലും അത് പൊട്ടും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ നെഗറ്റിവിറ്റി എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ഈ പറഞ്ഞ എനിക്ക് കഴിയില്ല, ഞാൻ പരാജയപ്പെടും, എന്നെ ആരും പിന്തുണയ്ക്കില്ല, എൻ്റെ സമയം മോശമാണ് എന്ന് പറഞ്ഞ ഈ 4 കാര്യങ്ങളല്ലോ. ഈ 4 കാര്യങ്ങൾ മാറ്റാൻ പറ്റുന്ന ഒരു 4 പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതും, ഞാൻ വീണ്ടും ശ്രമിക്കും എന്നുള്ളതും, ഞാൻ വളരുന്ന വഴിയിലാണ്, അതായത് ഞാൻ വളർച്ചയുടെ പാതയിലാണ്, നല്ല സമയം വരും. ഈ 4 പോസിറ്റീവ് അഫർമേഷൻ, ഞാൻ പറയുന്ന 4 പോസിറ്റീവ് അഫർമേഷൻ നിങ്ങൾക്ക് എന്ത് നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നെഗറ്റീവ് മൈൻഡ് മാറിയിട്ട് പോസിറ്റീവ് മൈൻഡിലേക്ക് വരും. ഓക്കെ, ഇനി എങ്ങനെ പോസിറ്റീവ് മൈൻഡ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതായത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അതായത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നാളെ എല്ലാം ശരിയാവും, അല്ലെങ്കിൽ ഞാൻ വീണ്ടും പരിശ്രമിക്കും, എല്ലാം ശരിയാവും. ഒരു പ്രതീക്ഷ, ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹോപ്പ് അതുണ്ടാവണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹോപ്പേലുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് പോസിറ്റീവായിട്ടുള്ള തോട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അങ്ങനെ ചിന്തിക്കാം. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആളുകളുമായിട്ട് കൂടിക്കാഴ്ച നടത്താം. അതായത് നിന്നെ പോസിറ്റീവാക്കുന്ന, നീ കാണാതെ പോയ, നിന്നെ പോസിറ്റീവാക്കാൻ ശ്രമിച്ച ആളുകളുണ്ടാവും. ഫ്രണ്ട്സ് ആവണം നിർബന്ധമില്ല, ആരുമായിക്കോട്ടെ, അവരുമായിട്ട് എപ്പോഴും കൂടിക്കാഴ്ച നടത്താം. നിന്നെ പോസിറ്റീവിലേക്ക് അവർ കൊണ്ടുപോകും, നീ പോലും അറിയാതെ. അതേപോലെ നല്ല പുസ്തകങ്ങൾ വായിക്കാം, നിങ്ങൾക്ക് ഇൻസ്പയർ ആക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമാകുന്ന പുസ്തകങ്ങൾ വായിക്കാം. അതുപോലെ മോട്ടിവേഷണൽ കണ്ടൻറ്റുകൾ കേൾക്കുക. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ആ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യാം? ഇരുന്ന് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏതെങ്കിലും മോട്ടിവേഷണൽ കണ്ടൻറ്റോ ഇരുന്ന് കാണാം.
നമ്മളുടെ മോട്ടിവേഷൻ അല്ല, ഗ്രോത്ത് റിലേറ്റഡ് ആണ്. പക്ഷെ അത് ആയാലും കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകും. ഓക്കെ. അതുപോലെ തന്നെ നന്ദിയുള്ള കാര്യങ്ങൾ ഓർക്കുക. അതായത് നിന്നോട് ടാങ്കി പറഞ്ഞ ആൾക്കാർ, അതുപോലെ തന്നെ നിനക്ക് താങ്ക്സ് പറയേണ്ടി വന്ന ഘട്ടങ്ങൾ, ഇത് ഓർക്കുക. ഇങ്ങനെ നന്ദിയുള്ളവനായിട്ട് എപ്പോഴും മാറുക, നല്ലൊരു കാര്യമാണത്. പിന്നെ ഫെയിലിയറിനെ ലെസണായി കണക്കാക്കുക. അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തോറ്റ് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ലെസൺ, ഒരു പാഠം എന്ന രീതിയിലെടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നമ്മുടെ മനസ്സിനെ നല്ല മൈൻഡിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന 3 പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ എപ്പോഴും മനസ്സിനോട് പറയാം. ഞാൻ ശക്തനാണ്, എനിക്ക് കഴിയും, ഞാൻ എപ്പോഴും നല്ലവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നമ്മളാ കാര്യത്തോട് അഡാപ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ 3 പോസിറ്റീവ് അഫർമേഷൻ രാവിലെ എണീറ്റ ഉടനെ കണ്ണാടിയിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനോട് നമുക്ക് പറയാം, ഞാൻ ശക്തനാണ്, എനിക്ക് കഴിയും, ഞാൻ നല്ലവനാണ് എന്നൊക്കെ പറയാം. അതേപോലെ ഞാൻ പറഞ്ഞ മനസ്സിനോട് നെഗറ്റിവിറ്റി വരുമ്പോൾ പറയേണ്ട 4 അഫർമേഷൻ ഉണ്ട്. അതായത് എനിക്ക് പഠിക്കാൻ പറ്റും, ഞാൻ വീണ്ടും ശ്രമിക്കും, ഞാൻ വളരുന്ന വഴിയിലാണ്, നല്ല സമയം ഇനിയും വരും എന്ന് പറഞ്ഞ 4 പോസിറ്റീവ് അഫർമേഷൻ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഡെയിലി നമുക്ക് 10 മിനിറ്റ് ഇതിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും. അതുപോലെ തന്നെ രാവിലെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു എത്ര വട്ടം എന്നൊക്കെ പറയാൻ പറ്റുമോ അത്ര വട്ടം ഞാൻ പറഞ്ഞ അഫർമേഷൻ പറയാം. ഉറപ്പായിട്ടും നിങ്ങളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.